ഹലോ, വെൽക്കം ബാക്ക്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് ആൻസർ ചെയ്യുന്നത്. ഇഫ് √2 sin θ ഈക്വൽ ടു 1, ദെൻ cot θ ഇൻറ്റു cosec θ ഈസ് ഈക്വൽ ടു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1/√2, 1/2√2, √2, 1/2. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഫെമിലിയർ ആവാം. sin θ √2 sin θ 1 ആണെങ്കിൽ cot θ ഇൻറ്റു cosec θ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ sin θ വേണം, cot θ വേണം, cosec θ വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇത് ചാപ്റ്റർ നമ്പർ 8 ട്രിഗ്നോമെട്രി, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ടേബിൾ ഇതുപോലെ വേണം. അത് നമുക്കിപ്പോൾ പഠിച്ചിരിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം കാണാതെ പഠിക്കണ്ട. സൈൻ ഇതിപ്പോൾ ഞാൻ വീഡിയോയുടെ ക്ലിയറൻസിന് വേണ്ടി ഇവിടെ തന്നെ ഇങ്ങനെ വരച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് സൈഡിൽ വരച്ച് വെച്ചാൽ മതി. ശരിക്കും എക്സാം തുടങ്ങുന്നതിന് മുമ്പ് വെയിറ്റ് ചെയ്യുന്ന ആ ടൈമിൽ ആൻസർ ഷീറ്റിൽ നമുക്ക് വർക്ക് സ്പേസിൽ ഏറ്റവും ബാക്കിലായിട്ട് ഇത് സമാധാനമായിട്ട് എഴുതിയിട്ടാൽ മതി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ എല്ലാം കാണാൻ പഠിക്കണമെന്നില്ല, ഇത്ര മാത്രം കാണാൻ പഠിച്ചാൽ മതി. sin θ sin A എന്ന് പറഞ്ഞാൽ 0, 1/2, 1/√2, √3/2, 1 ഇത്രയും പഠിച്ചാൽ മതി. അതായത് sin 0, sin 30, sin 45, sin 60, sin 90 ഇങ്ങനെ പഠിച്ചാൽ മതി. 0, 1/2, 1/√2, √3/2, 1 ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക. ഇനി കോസ് വരുമ്പോഴത്തേക്കും ഇതിനെങ്ങനെ തിരിച്ചെഴുതി വയ്ക്കുക. 1, √3/2, 1/2, 1/2, 0. ഇനി ടാൻ വരുമ്പോഴത്തേക്കും ടാൻ θ ടാൻ എന്ന് പറയുന്നത് sin A cos A ആണ്. sin A cos A ചെയ്യുക. 0/1 0, 1/2 √3/2 രണ്ട് ഫ്രാക്ഷനാണ്. അപ്പോൾ രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കുറച്ചുകൂടി എളുപ്പമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഈ കേസിൽ രണ്ടും ഡിനോമിനേറ്റർ അങ്ങ് പോകും, ന്യൂമറേറ്റർ മാത്രമേ നിൽക്കുകയുള്ളൂ. അങ്ങനെ മാത്രം ഓർത്താൽ മതി, വെട്ടിക്കളയാനൊന്നും പോകണ്ട. ഈ എല്ലാ കേസിലും ഡിനോമിനേറ്റർ പോകും. അപ്പോൾ ബാക്കി ന്യൂമറേറ്റർ ഏതാ? 1/√3. ഇവിടെ ഏതാ? ഈ √2 ആണ് ഡിനോമിനേറ്റർ പോകും. 1/1 1, √3/2 1/2 ഡിനോമിനേറ്റർ പോകും. ബാക്കിയുള്ളത് √3/1 മീൻസ് √3, √3/1 മീൻസ് √3. 1/0 മീൻസ് ഡിനോമിനേറ്ററിൽ 0 വന്നു. ഡിനോമിനേറ്റർ 0 വന്നാൽ ഡിഫൈൻ ചെയ്തിട്ടില്ല, അപ്പോൾ നോട്ട് ഡിഫൈൻഡ്. ഓക്കെ. ഇനി കൊസീക്കിലേക്ക് വരുവാണെങ്കിൽ കൊസീക്ക് എന്ന് പറയുന്നത് 1/sin A ആണ്. അപ്പോൾ sin A തിരിച്ചിടുക എന്ന് ഓർത്താൽ മതി. അപ്പോൾ sin A തിരിച്ചിടുക എന്ന് വെച്ചാൽ 0. അപ്പോൾ 0 ആണ്. 0 തിരിച്ചിടുമ്പോഴെന്ന് പറഞ്ഞാൽ 0 ഡിനോമിനേറ്ററിൽ പോകും. ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി 1/2 ആണ്, അത് തിരിച്ചിടുമ്പോൾ 2 ആകും. 1/√2 ആണ്, തിരിച്ചിടുമ്പോൾ √2 ആകും. √3/2 ആണ്, അത് തിരിച്ചിടുമ്പോൾ 2/√3 ആകും. 1 ആണ്, 1 തിരിച്ചിടുമ്പോൾ 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇനി സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos A ആണ്. കോസ് തിരിച്ചിടുക. അപ്പോൾ 1 തിരിച്ചിട്ട 1 തന്നെ. √3/2 തിരിച്ചിട്ട് 2/√3, 1/√2 തിരിച്ചിട്ട് √2/1 മീൻസ് √2, 1/2 തിരിച്ചിട്ട് 2/1 മീൻസ് 2. ഈ 0 ആണ്. 0 തിരിച്ചിട്ടാൽ എന്ന് പറഞ്ഞാൽ 0 ഇവിടെ ന്യൂമറേറ്ററിലാണ്, തിരിച്ചിട്ടാൽ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ വരും. ഡിനോമിനേറ്ററിൽ 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി കോട്ടെ എന്ന് പറഞ്ഞാൽ ടാനിൻ്റെ തിരിച്ചിട്ട 1/tan ആണ്. അപ്പോൾ ടാനിനെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ 0 ആണ് ടാൻ, തിരിച്ചിടുമ്പോൾ ഡിനോമിനേറ്ററിൽ 0 വരും, അപ്പോൾ നോട്ട് ഡിഫൈൻഡ് ആണ്. 1/√3 തിരിച്ചിടുമ്പോൾ √3/1 മീൻസ് √3,
1 തിരിച്ചിട്ടാൽ 1 തന്നെ, 1/1 1 തന്നെ. √3 തിരിച്ചിട്ടാൽ 1/√3. ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറിൻ്റെ താഴെ 0 ആയതുകൊണ്ടാണ് നോട്ട് ഡിഫൈൻഡ് വന്നത്. അതുകൊണ്ട് തിരിച്ചിടുമ്പോൾ 0 ന്യൂമറേറ്ററായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഓർത്തിട്ട് ഇത് എഴുതി വെച്ചാൽ മാത്രം മതി. നമ്മളാകെ പഠിച്ചിരിക്കേണ്ടത് അപ്പോൾ sin 30, sin 0, sin 30, sin 45, sin 60, 90. 30, 0, 30, 45, 60, 90 എന്ന് ഓർക്കുക. അതിൻ്റെ 0, 1/2, 1/√2, √3/2, 1 ഇങ്ങനെ മാത്രം പഠിച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇതിൽ നിന്ന് ബാക്കി നമുക്കിത് എഴുതാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ √2 sin θ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. √2 sin θ = 1. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുക, √2 × sin θ. അപ്പോൾ നമുക്കൊന്ന് sin θ കണ്ടുപിടിക്കണം. sin θ മീൻസ് sin θ = 1. √2 × sin θ ആണ്. അപ്പോൾ ഈ √2നെ sin θ മാത്രം ഇപ്പുറത്ത് നിർത്തിയിട്ട് √2നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ √2 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആകും. അപ്പോൾ sin θ = 1/√2. അപ്പോൾ തീറ്റ ഏതാണെന്ന് കണ്ടുപിടിക്കണം, അതായത് ആംഗിൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ sin θയാണ്. അപ്പോൾ സൈനിൽ 1/√2 വരുന്നത് എവിടെയാണെന്ന് നോക്കുക. സൈനിൽ 1/√2 വരുന്നത് 45 ഡിഗ്രിയിലാണ്. സൈനിൽ 1/√2 വരുന്നത് 45 ഡിഗ്രിയിലാണ്. അതുകൊണ്ട് തീറ്റ 45 ഡിഗ്രിയാണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആക്ച്വലി നമുക്ക് എന്തുവാ കാണേണ്ടത്? നമ്മളോട് ചോദിച്ചിരുന്ന cot θ × cosec θ ആണ്. അപ്പോൾ ഈ കിട്ടിയ തീറ്റ cot θ × cosec θ മീൻസ് cot 45 × cosec 45. ഇനി cot 45 എത്രയാണെന്ന് നോക്കുക. cot 45 1 × cosec 45, cosec 45 √2, cosec 45 √2, 1 × √2 ആണ് അപ്പോൾ ആൻസർ. ഇപ്പോൾ ഇത് 1 വേർഡ് ആണെങ്കിലും ഇത്രയും നമ്മൾ ചെയ്ത് നോക്കണം, സ്പീഡ് സൈഡ് ചെയ്ത് നോക്കണം. എന്നാലും നമുക്ക് ആൻസറിലോട്ട് വരാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ ട്രിക്കൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത് സൈഡ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ.